Hello, good morning. Assalamualaikum. Chai kapi. Good morning. നമുക്കവിടെ ജൂൺ ട്രൂപ്പേഴ്സിന്റെ സെക്കൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഞങ്ങളോട് പൊളിക്കാൻ പോവാണ്, തകർക്കാൻ പോവാണ്. ജൂൺ ട്രൂപ്പേഴ്സിന് ഹലോ കേക്കല്ലേ? ചാടി നിക്കട്ടാ. എന്തായാലും നിങ്ങളെ വീട്ടുകാരോട് പ്രത്യേകം സല്യൂട്ട്. ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. ഞാൻ ഇത്രയും നമ്പേഴ്സ് ഒന്നും വിചാരിച്ചില്ല. മീസ് ഗുഡ് ജോബ്. കാപ്പി കാശിന് വേണ്ടി ചെറിയ വണ്ടിയും വെച്ച് ഈ മണ്ണിൽ കുന്തളിച്ച് നടക്കണ എന്നെ വിളിച്ചല്ലോ. നിങ്ങൾക്കൊരു അവാർഡ് തരണം. ഓക്കെ, അവാർഡ് ഞാൻ തരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യമല്ല ഇവിടെ വരുന്നത്. ജൂൺ ട്രൂപ്പേഴ്സ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മാത്രം ഒഴിവുള്ളൂ. സാധാരണ 10 മണി വരെ കിടന്ന് ഇറങ്ങുന്നതാണ്. അപ്പൊ എന്നെ ഷിജീരും മൂസക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞു 4:30 വേറെ പ്രാന്തൊന്നുമില്ലേ ചോദിച്ചു. പക്ഷെ വന്നില്ലെങ്കിൽ മിസ്സാവുമായിരുന്നു. കാരണം അടിപൊളിയാണ്. ഓൾമോസ്റ്റ് 190 വണ്ടികളാണ് ഒറ്റ കോൺവേയിലോട്ട് പോകുന്നത്. എങ്ങോട്ടേന്നല്ലേ, എന്തിനു വേണ്ടിന്നല്ലേ, ഡീറ്റെയിൽ അറിയണ്ടേ? ഫോളോ ചെയ്തോ, കൂടെ കൂടിക്കോ, കണ്ടോളൂ. നേരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഈ കാണുന്ന തിരക്ക് രാവിലെ 5 മണിക്ക് ഡിഫ്ലൈറ്റിംഗ് പോലാണ്. അത് കാറ്റ് കുറക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ജൂൺ ട്രൂപ്പേഴ്സിൽ ജോയിൻ ചെയ്യാൻ. രാവിലെ 5 മണിക്ക് ഡെസേർട്ടിലെ അവസ്ഥയാണ്. അതായത് ഞാൻ എത്തുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നില്ല. അതായത് ഇന്ന് ഈ ഒരു പരിപാടിക്ക് 200ഓളം വണ്ടികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണ് പരിപാടി എന്നല്ലേ, നമ്മൾ ജൂൺ ട്രൂപ്പേഴ്സ് ആരംഭിച്ചിട്ട് 2 വർഷം തിരിഞ്ഞിരിക്കുകയാണ്. 1-ാം വാർഷികം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അതിന് ഡബിൾ മടങ്ങായിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം ആഘോഷിക്കുന്നത്. ജൂൺ ട്രൂപ്പേഴ്സ് RF24 എന്ന പേരിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് 200ഓളം വണ്ടികളാണ് ഇന്ന് ഡെസേർട്ടിൽ എത്തുന്നത്. അതിൻ്റെ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അസ്സലാമലൈക്കും. എല്ലാവരും ഒന്ന് റൗണ്ട് ആയിട്ട് നിൽക്കാമോ? നമ്മളിപ്പോ കോൺവോയ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് നമുക്കൊരു 6 o'clock ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മറക്കില്ലെന്ന് വിചാരിക്കണോ? Okay, so yeah, welcome. So we are going now. So you need to be like, he's telling about the like safety. കേൾക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം. കുട്ടികളുടെ കയ്യിൽ തൽക്കാലം ബാക്കി നോക്കി കൊടുക്കാതിരിക്കാം. Perfect. Very good. Very good.
അങ്ങനെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തി. ഇവിടെ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റേജിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 റാപ്റ്ററാണ്. റാപ്റ്റർ രണ്ടും അടുപ്പിച്ച് വെച്ച ശേഷം അതിൻ്റെ ബാക്കിലായിട്ടാണ്, അതിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റേജ് എന്ന രീതിയിൽ കണക്കാക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വിങ്ങായിട്ട്, അതായത് കോൺവേയുടെ 2 സൈഡിലായിട്ട് നിന്ന വിങ്ങുകളുടെ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ബാക്കി ലൈനായിട്ട് വന്നിരിക്കുന്ന വണ്ടികൾ ഇപ്പോഴും ലൈനിൽ തന്നെയാണുള്ളത്. അതിപ്പോൾ 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ ഓരോരോ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് മാറ്റും. നമ്മുടെ സ്റ്റേജ് കെട്ടാനുള്ള 2 റാപ്റ്ററും ഒരു ബ്ലാക്കും ഒരു റെഡും റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് കെട്ടാനുള്ള സ്റ്റേജായി മാറാനുള്ള 2 വണ്ടികളാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. പതുക്കെ വന്നോ. അങ്ങനെ അവിടെ സ്റ്റേജിൻ്റെ പണി തുടങ്ങി. ഇവിടെ വന്ന വണ്ടികളുടെ പാർക്കിംഗ് സ്ലോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. യു ഷേപ്പിലാണ് നമ്മളിപ്പോൾ പാർക്ക് ചെയ്യാൻ ചെയ്യുന്നത് വണ്ടികളെ. അത്തരത്തിൽ ഓരോരോ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനൊക്കെ 6 പേരും കൂടി കഴിഞ്ഞാൽ ആ ഡ്രൈവ് പോകുമ്പോൾ എക്സിറ്റ് ആവും. ഞാൻ ഈ പരിപാടിയുടെ വിട്ടപ്പോൾ അവർ പറഞ്ഞു അവന് ഖത്തറിലെ ആൾ കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പജേറോ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ ഈ വണ്ടി കൊണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു വണ്ടി വിൽക്കണതിന് മുന്നേ ഒരു 4 LLC എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, അതൊന്ന് ഇട്ട് നോക്കുമെന്ന് ചോദിച്ചു. അത് സാധിക്കുമെന്ന് ചോദിച്ചു. അതുകൊണ്ടൊക്കെ കാര്യമുണ്ടോ ചേട്ടാ? അങ്ങനെ പുള്ളി ഞാൻ പറഞ്ഞു എന്നാലും വിൽക്കാൻ പോവല്ല, വിറ്റോ, ഇതൊന്നും ഇട്ടിട്ട് നോക്കാൻ പറഞ്ഞു. പുള്ളി ഇത് ഡ്രൈവ് ചെയ്തിട്ട് ചേട്ടാ വേറൊരു എൻജിൻ വെച്ച പോലെ. അപ്പോൾ അതാണ് നന്നായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സാധനമല്ലോ ഓറേഞ്ച്, അത് യൂസ് ചെയ്യാം. ഇതിന്റെ കുറെ വീഡിയോ വരുന്നുണ്ടാവും അങ്ങനെ. അപ്പൊ സെറ്റ് ആവുക. അപ്പൊ ഞങ്ങൾ കുളിക്കാൻ ഉള്ള പ്ലാനിലാണ്. അടുത്ത തവണ എപ്പോഴെങ്കിലൊക്കെ കാണാല്ലേ. ഹലോ, താങ്ക് യു. മുഖം മാറ്റടാ, എന്നാലേ കാണൂല. പക്ഷെ മാസ്ക് മാറ്റടാ. പിന്നെ ഒരുത്തിന് പൊളിയാൻ വേണ്ടി സർക്കാസ് ഉണ്ടായിരുന്നല്ലോ. ഒരു സർക്കാസം കൊണ്ട് അവനെ ശരി ശ്രീലങ്ക. നല്ലതായിട്ട് മലയാളം പറയും. ഓ അയ്യോ, മലയാളം മാത്രമേ പറയുള്ളൂ പുള്ളി. നമുക്കിവിടെ ജൂൺ ട്രൂപ്പേഴ്സിന്റെ 2nd ആനിവേഴ്സറി സെലിബ്രേഷൻ ഞങ്ങളോട് പൊളിക്കാൻ പോവാണ്, തകർക്കാൻ പോവാണ്. അമിഗോസ് കാക്കെ ആൻഡ് ഫാർ ഈസ്റ്റ് പ്രസൻസ് ആരവ് 2024 അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് മുതൽ ആഘോഷങ്ങൾ ആരവ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് അല്ലെ ജൂൺ ട്രൂപ്പേഴ്സിന്റെ. ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ കുറേ അധികം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കറിയാം വെയിലും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ എനർജി നല്ല കൂടുതലല്ലേ? കൂടുതലാണോ? ആണോ? ഞങ്ങളൊരു 2 തവണയാണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു അഡ്വഞ്ചർ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നു.
പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൂടെ വന്ന ലിസണേഴ്സ് തന്നെ പറഞ്ഞു ഇവര് പൊളിയാണ്, ഇവരുടെ കൂടെ തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെയുണ്ട്. ഏത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമിഗോ കാസ് കെയർ ആൻഡ് ഫാർ ഈസ്റ്റ് പ്രസൻസ് ആരവ് 2024 ഇൻ അസോസിയേഷൻ വിത്ത് സേഫ്വേ ഗാരേജ് ആൻഡ് ജുവലേഴ്സ്. ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ഉണ്ട് റമീസ്. അപ്പൊ റമീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗസ്റ്റ് കൂടി ഉണ്ട്. നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ നമുക്ക് നമ്മുടെ റമീസിനെ ഇൻവൈറ്റ് ചെയ്യാം. മിസ്റ്റർ റമീസ്, ഗ്രൂപ്പ് അഡ്മിൻ, ഡ്യൂൺ ഗ്രൂപ്പേഴ്സിന്റെ ഗ്രൂപ്പ് അഡ്മിൻ. റമീസ് ഒറ്റ ഒരാൾ ഇങ്ങനെ എല്ലാരും ഇവരെ ഒരു പ്രശ്നമില്ലാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് പറയൂ? അത് വേണ്ട പോലെ. നമസ്കാരം. ഒരുവിധം പകുതിയിലേറെ മെമ്പേഴ്സിനെ അറിയാവുന്നവരാണ്, കുറെ ന്യൂ ഫേസ് ഉണ്ട്. ഈ പരിപാടിയുടെ എന്താ പറയാ ഒഫീഷ്യൽ വെൽക്കം സ്പീച്ചിനായിട്ട് അജ്മലിനെയാണ് നമ്മൾ ക്ഷണിക്കുന്ന വേദിയിലേക്ക്. അജ്മൽ, ഓക്കെ. അസ്സലാമു നമസ്കാരം. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് തെറ്റില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ചൂടിന്റെ കാഠിന്യം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ നമ്മളെന്ന് പറഞ്ഞാല് ഇന്ന് വേറെ എന്താ പറയാ, നമ്മളെ ഡ്യൂൺ ട്രൂപ്പേഴ്സിന് ഇന്ന് അടുത്തത് ആ ഒരു മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റിലേക്ക് പോകാനായിട്ടുള്ള ടൈമാണ്. നമ്മുടെ കൂടെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. നേരത്തെ അജ്മൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഹി ടുക്ക് ടൈം ഓഫ് നമ്മുടെ കൂടെ ഈ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട്, ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഗംഭീരമാക്കാനായിട്ട്. സോ ഇറ്റ്സ് an absolute pleasure to welcome on to the stage Mighty Off-Roader Samantha. കൈയ്യടി കുറച്ചുകൂടെ ഉഷാറായിട്ട് കൊടുക്കുക. ദുബായില് അടിപൊളിയായിട്ട് റൈഡ്സ് നടത്തുന്ന ആളാണ്. അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്, നമ്മുടെ ഖത്തറിൽ വന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടിയാണ് പറയേണ്ടത്. ഹലോ, കേക്കല്ലേ? സുഖല്ല? ചാടി നിക്കട്ടാ. എന്തായാലും സന്തോഷം. എന്നെ പോലെ തന്നെ കുറെ മനോരോഗികൾ എനിക്ക് കിട്ടി. എന്തായാലും നിങ്ങളുടെ വീട്ടുകാരോട് പ്രത്യേകം സല്യൂട്ട്. നിങ്ങളുടെ ഈ ആറാമ്പുറത്തിനൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടല്ലോ. എല്ലാ ഭാര്യമാർക്കും പിള്ളേർക്കും സല്യൂട്ട്. ഓക്കെ. എന്തായാലും ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. ഞാൻ ഇത്രയും നമ്പേഴ്സ് ഒന്നും വിചാരിച്ചില്ല. റമീസ്, ഗുഡ് ജോബ്. ഓക്കെ. റമീസിന്റെ വട്ടാണ് ഈ കാണുന്നതെന്നാണ് എല്ലാരും പറയണത്. അപ്പൊ താങ്ക് യു. എല്ലാവരും ഇങ്ങനെ വണ്ടി മേടിച്ച് ഓരോരുത്തരും അവരുടെ ലിമിറ്റ് പുഷ് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ലൈഫിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെന്താ, നമ്മളിങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്തൊക്കെ ജീവിക്കണം. ആൾക്കാർ പ്രായമായി എന്താ പറയാ, കാശ് ഇങ്ങനെ ചെലവാക്കി ജീവിതം നശിപ്പിക്കരുതെന്നൊക്കെ പറയും. മൈൻഡ് ചെയ്യണ്ട. എന്തായാലും ഇത് അത്രയ്ക്ക് വലിയ ദുശീലൊന്നുമില്ലല്ലോ. ഒരു കുടുംബം നശിക്കാനൊന്നും പോകുന്നില്ല. മറ്റേ സ്വർണം, സ്ത്രീധനം പോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് വേണതോ. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെയും പഠിപ്പിക്കണം ഈ വണ്ടി പ്രാന്തൊക്കെ. അവരാരും ലൈഫിൽ ഗീവ് അപ്പ് ചെയ്യില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വണ്ടി റിപ്പയർ ചെയ്ത് നമ്മുടെ ചെയ്യാനുള്ളത് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു തിരിച്ചുപോക്കില്ല ഇന്ന്. ഓക്കെ. ഉപകാരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെന്താ, എനിക്കിങ്ങനെ റീലിൽ തള്ളാൻ മാത്രമേ അറിയുള്ളൂ. ഡയറക്റ്റ് സംസാരിച്ച് എനിക്കധികം ശീലമില്ല. അല്ല, നമ്മുടെ ഇവിടുത്തെ പിള്ളേരെങ്ങനെ ഉണ്ട് അത് പറയാം. പിള്ളേര് പൊളിയല്ലേ. ഞാൻ ആ ഇന്റർവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ഷോ സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും കയറി വരും ഈ എൽസിയും റാപ്റ്ററൊക്കെ വെച്ചിട്ടുള്ള പൊളി. അവിടെയുള്ള ആളുകൾക്കും കുരുവട്ടാറുണ്ട്. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. എനിക്ക് പേടിയുണ്ടോ? ഞാൻ വലിയ ഡ്രൈവറാന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആശാമാരുടെ ഒപ്പം എനിക്ക് ഒരു 3 ആശാമാരുണ്ട്. റനീഷ് ബാലൻ, രഞ്ജു, പിന്നെ ഒരു അറബിയാണ് സാലം എൽനുവാമി. ഇവരുടെ ഒക്കെ പുറകെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും വിറച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുക. അതിന്റെ കാർബൺ ഫുട് പ്രിന്റ് കൂട്ടി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പഴയ വണ്ടി മതിന്ന്. ഓക്കെ. ചാടി വെക്ക്. താങ്ക് യു സോ മച്ച്. അപ്പൊ ജൂൺ ട്രൂപ്പേഴ്സിന്റെ ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. റമീസ് വരൂ. എത്ര ഹഗ് വേണമെങ്കിൽ മേടിക്കാം. ഷനീറിന് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഷനീറാണ് ഈ ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മുടെ മാൻട്രോ ബ്രോയ്ക്ക് നൽകുന്നത്.
ഇതേത് പാട്ട് ഇങ്ങനെ പക്ഷേ ട്രാക്ക് മാറ്റ്. അല്ല, ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേജ് വരെ നമ്മൾ കാർ കൊണ്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഡ്യൂൺ ട്രൂപ്പേഴ്സ് അല്ലേ. ഇവിടെ സ്റ്റേജ് ഒന്നും വേറെ ആൾക്കാരുടെ ആവശ്യമില്ല, നമ്മൾ തന്നെ മതി, എല്ലാത്തിനും നമ്മൾ തന്നെ മതി എന്നുള്ളതാണ്. ഒടുവിൽ അത് കിട്ടി. ഇത് ആർട്ട് ഫാക്ടറി നമ്മുടെ കൂടെയുണ്ട്. ആർട്ട് ഫാക്ടറി ആണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. മൊഞ്ചനായിട്ടുണ്ടല്ലോ, അടിപൊളി അല്ലേ. സംശയമൊന്നുമില്ലല്ലോ. താങ്ക് യു ആർട്ട് ഫാക്ടറി, താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പ്രാവശ്യമല്ല ഇവിടെ വരുന്നത്. ഡ്യൂൺ ട്രൂപ്പേഴ്സ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാനും എല്ലാവരും ഈ ഒരു ആനിവേഴ്സറി വിഷ് ചെയ്യാനും പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രമേശ് ക്ഷണിക്കും. ഓക്കെ, എന്തായാലും പജേറോ ക്ലബിൽ നിന്നൊരു ഗിഫ്റ്റ് ഡ്യൂൺ ട്രൂപ്പേഴ്സിനായിട്ട് നൽകുകയാണ്. എല്ലാവരും ഒന്ന് ഒരു കൈയടിക്ക്. നമുക്കൊരു ഗിഫ്റ്റാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കത്തുകൾ അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെ കുറിച്ച് കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. അവരെവിടെയാണ് ഇവിടെ? മിസ്റ്റർ സലീം പൂക്കോട്ട്, അതുപോലെ തന്നെ ട്രയോസ് എവിടെ? സലീം പൂക്കോട്ട് ആൻഡ് ലിജി. നമസ്കാരം. താങ്ക് യു ഫോർ ദ കയ്യടി. എനിക്ക് ആകെ ഒരു വെള്ളിയാഴ്ച മാത്രം ഒഴിവുള്ളൂ. സാധാരണ 10 മണി വരെ കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പൊ എന്നെ ഷിജീറും മൂസക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞു 4:30 വേറെ പ്രാന്തൊന്നുമില്ലേ ചോദിച്ചു. പക്ഷെ വന്നില്ലെങ്കിൽ മിസ്സാവുമായിരുന്നു. കാരണം അടിപൊളിയാണ്. പിന്നെ ഈ ഒരു പ്രാന്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രാന്ത് തന്നെയാണ്. അത് നിങ്ങൾ എന്താ പറയുക കൊണ്ടുപോകണം. ഐ അപ്രീഷിയേറ്റ് യു. ഈ ഒരു എനർജി ഉണ്ടാവണം. താങ്ക് യു ആൻഡ് സലീം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേക്ക് മുറിക്കണം അല്ലേ? ഓക്കെ, അതിലേക്ക് കടക്കാൻ പെട്ടെന്ന് തന്നെ എല്ലാവരും വെയിലൊക്കെ കൊണ്ട് ക്ഷണിച്ചിരിക്കുകയാണെന്നറിയാം. എന്തായാലും 4:30 മണിക്ക് ഉറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്നു. എന്താ പറയുക, ഇത്ര അധികം വണ്ടിപ്രാന്തന്മാരെ ഒരുമിച്ച് കാണാൻ പറ്റിയതും ഈ ഒരു സെയിം വൈബിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ കൂടി അതൊരു വേറെ രസം തന്നെയാണ്. എന്തായാലും കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്തതായിട്ട് കേക്ക് കട്ടിങ്ങിലേക്ക് തന്നെ കിടക്കല്ലേ? ഓക്കെ, പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്യൂൺ ട്രൂപ്പേഴ്സിന്റെ ആ ഒരു 2nd ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു കേക്ക് കൂടി ഇവിടെ ഉണ്ട്. ശരി, അപ്പൊ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ്. എല്ലാരും റെഡി അല്ലേ? സേഫ് മിസ്റ്റർ അനീസിനെ കൂടി ഇന്നാണ് സേഫയിൽ നിന്നും മേളം പോകാതെ അവിടെ കഴിഞ്ഞു. കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം.
അപ്പോൾ ഇതാ മേളം പൊടിപൊടിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആരവ 23 എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടിപ്പിച്ച 1ാം വാർഷികത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാ പരിപാടിയും നടത്തിയത്. അതായത് മോർണിംഗ് ഇതേപോലെയുള്ള റൈഡും ഈവനിങ് കൾച്ചർ പ്രോഗ്രാം. പക്ഷേ ഇത്തവണ അത്തരത്തിലല്ല. ഇത്തവണ 2 ആഴ്ചകളിലായിട്ടാണ്. കാരണം ഇത്രയും ആളുകളെയും ഉൾക്കൊള്ളിക്കാനും പിന്നെ അറേഞ്ച്മെൻറ്റൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ രാത്രി മുതലേ ഇവിടെ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയർഡാവും ഒറ്റ ദിവസം കൊണ്ട് ഇത് നടത്തിയാൽ. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഈ മോർണിംഗ് റൈഡ് നടന്നു. അതായത് മെയ് മാസം 17-ാം തീയതി. ഇനി അടുത്ത വെള്ളിയാഴ്ച, അതായത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതിലും വലിയ വമ്പിച്ച ജനാവലിയും ഇതിലും വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ പോലും നമ്മുടെ ഈ ഒരു ആരവ 24 എന്ന ഈ ഒരു പരിപാടി, നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗം അടുത്ത ആഴ്ചയും വീണ്ടും കണ്ടിന്യൂസ് ഉണ്ടാവും. അപ്പോൾ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കൃത്യമായിട്ട് പാലിക്കുക. ഇത് നമുക്ക് പിന്നീട് ഫൈനായിട്ട് വരും. നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മളത് ക്ലീൻ ചെയ്യുക. നമ്മൾ തന്നെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഡെസേർട്ട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ കൂടി അവകാശമാണ്. നമ്മളിവിടെ കൃത്യമായിട്ട് വന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ഗാർബേജ് ബാഗ്സ് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്നെ ഇടാനായിട്ട് നോക്കുക. യെസ്, അവിടെ കുറെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ആരുടെയൊക്കെയാണത്? പ്ലീസ് വേറെ ആരെങ്കിലും ഇട്ടാലും നമ്മൾ എടുത്തിട്ടാലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്.